ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേറ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നേറ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും അടിപൊളിയായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സൂപ്പറായിട്ട് പോകുന്നു. സോ ഇതെൻ്റെ ഡേ 2 ഇൻ കാനഡ ആണ്. ആക്ച്വലി ഇന്നലെ വന്നിറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തണുത്ത കാറ്റുണ്ടായിരുന്നു, പൊള്ളുന്നില്ലായിരുന്നു, വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈവനിങ് തൊട്ട് തണുത്തിട്ട് എനിക്ക് ഈ തണുപ്പ് സത്യം പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് പണ്ടേ തണുപ്പ് കുറച്ച് സീനാണ്, എനിക്ക് എ സി ഒന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എനിക്കാണെങ്കിൽ തണുത്തിട്ട് വയ്യ. ഞാൻ 3 ദിവസമായിട്ട് ഈ ഹുഡി തന്നെയാണ് ആക്ച്വലി നിൽക്കുന്നത്. ഇന്നലെ കിടന്നുറങ്ങിയത് ഈ ഹുഡിയിൽ തന്നെയാണ്. അപ്പോൾ ഉറക്കമൊന്നും നേരിച്ചോ സത്യം പറഞ്ഞാൽ ആയിട്ടില്ല. എനിക്ക് വന്ന പാടെ തന്നെ നേരത്തെ നാട്ടിൽ നിന്നേ ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തൊണ്ടവേദനയുണ്ട്, പിന്നെ നടുവേദന പറ്റുന്നേയില്ല, സഹിക്കാൻ പറ്റാത്ത നടുവേദനയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പം ഇവിടെ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലൊരു 4:45 തോന്നുന്നു വൈകിട്ട്. അപ്പോൾ ഞാനെന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് കരുതുന്നത്. കാര്യം വന്നിറങ്ങുന്ന ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണുമല്ലോ. അപ്പോൾ അതാണ് കാര്യം. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ എണീറ്റ് ഫ്രഷായി ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. വേറെ ഒന്നുമില്ല, ബ്രെഡും എഗ്ഗും കോഫിയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഇന്ന് എന്തൊക്കെ പരിപാടി നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ചെയ്യണം. ഞാൻ എന്തായാലും എൻ്റെ വിൻഡോ സീനറി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഔട്ട്സൈഡ് കാണാനായിട്ട്. ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. അവിടുന്ന് രാവിലെ ഒരാൾ ഓഫീസിൽ പോകുന്നത് കണ്ടു. ഇങ്ങനെയാണ് എനിക്ക് വിൻഡോയിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. സൂര്യനൊക്കെ നേരത്തെ ഉദിച്ചു കഴിഞ്ഞു കേട്ടോ. ഒരു 6 മണി തൊട്ടേ വെളിച്ചം ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ വലുതായിട്ട് പുറത്തൊന്നും പോയിട്ടില്ല. ഇന്നലെ ജസ്റ്റ് ഞാൻ വോൾമാർട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനം മേടിച്ചു. എൻ്റെ കാനഡയിലത്തെ ഫസ്റ്റ് സ്പെൻഡിങ് ആണ് 30 CAD. ഞാൻ കുറച്ച് ഫ്രൂട്ട്സും പാലും എഗ്ഗ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസും. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി നല്ല വെയിൽ കൊണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒന്നൊരു വാക്കിന് പോയിട്ട്, നല്ല വെയിലുണ്ട്, ജസ്റ്റ് ഒന്നൊരു വാക്കിന് പോയിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് കരുതുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. പണ്ടത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, യൂട്യൂബ് തുടങ്ങിയ സമയത്തും തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ഇങ്ങനെ ഞാൻ പുറത്തുള്ള കുറേ ഗേൾസിൻ്റെ വ്ളോഗൊക്കെ കാണുന്ന സമയത്ത് അവരിങ്ങനെ ഈ ടൈപ്പ് വിൻഡോയുടെ സൈഡിൽ നിന്നിട്ട് ബെഡ് മേക്ക് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എനിക്കും അത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് ആഡ് ചെയ്തത്. ആക്ച്വലി എനിക്കങ്ങനെ ക്യാമറയൊക്കെ വെച്ചിട്ട് അങ്ങനെ ബെഡ് സെറ്റ് ചെയ്യുന്നത് കാണിക്കണം എന്നുള്ളത്. ചുമ്മാ ഷോയ്ക്ക്. ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ വോൾമാർട്ടിൽ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. എഗ്ഗ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പിന്നെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളുണ്ട്. നമുക്ക് ഫ്രഷ് ആവാൻ പോവാം. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഇവിടെ 2 കുട്ടികളുണ്ട്. 2 കുട്ടികളും ഒരു ലേഡിയുമാണ് താമസിക്കുന്നത്. അതാണ് ഇവരുടെ ഓണർ. ശരി, ഇവരുടെ ഓണറോ, ഈ വീടിൻ്റെ ഓണർ അവരാണ് കേട്ടോ. അപ്പം നമുക്കിനി ഫ്രഷ് ആവാം. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ഈ വീടിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഒരു ഹോംലി ഫീലായിരുന്നു. എൻ്റെ മാത്രം റൂം, പിന്നെ കിച്ചണിലൊക്കെ നമുക്ക് എന്താ ഇന്ത്യൻ ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേറെ ഇഷ്യൂസൊന്നും ഇല്ല. സ്മെല്ലൊന്നും അങ്ങനെ അവർക്കും ഇഷ്ടമായിരുന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ അവർക്കും ട്രൈ ചെയ്യാൻ കൊടുക്കുമായിരുന്നു. ഒരു എന്തു പറയാൻ, ഭയങ്കര ഒരു അതുപോലെ തീരെ ഒച്ചയില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഭയങ്കര പീസായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്യുകയാണ്.
ഞാൻ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ കുറേ നാളൊന്നും സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പല ദിവസങ്ങളിലും ഫേസ് വാഷ് പോലും ഇടാണ്ട് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ഞാനിപ്പം എൻ്റെ ഫേസിൽ കണ്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ഹെയറിൻ്റെ കാര്യം, ഹെയർ ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചപ്പോഴത്തേക്കും പോയി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടുത്തെ വെള്ളം അത്ര ശരിയല്ല. സ്കാൽപ്പൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു റെമഡി സത്യം പറഞ്ഞാൽ ഇനി കണ്ടെത്തണം. സോ ഗായസ്, ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത്. ദേ അതാണ് എൻ്റെ റൂം. സോ ഇതാണ് നെയ്ബർഹുഡ്, കണ്ടോ? അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഐ എം ഇൻ മൈ PJs റൈറ്റ് നൗ. ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ പുറത്തൊക്കെ കാണിച്ചിട്ട് പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് കുറച്ച് വെയിൽ കൊള്ളാമെന്നുണ്ട്. എന്നാലും ഒരു ഇത് വരത്തുള്ളൂ. 10-11 ആയിരുന്നാ. ഇപ്പോൾ ആണ് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് വെയിൽ. എന്തൊരാശ്വാസമാണ് ഇങ്ങനെ വെയിൽ കിട്ടി. ഓ മൈ ഗോഡ്, എനിക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ? ആക്ച്വലി ഐ എം ലിവിങ് മൈ ഡ്രീംസ്. ഞാൻ എൻ്റെ ഒരു ഡ്രീം പ്ലേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു നെയ്ബർഹുഡ്, ഇങ്ങനത്തെ ഏരിയ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇന്ന് നല്ല എക്സൈറ്റഡ് ആണ്. ഇത് പറയണ ഓൾ ദി എഫേർട്സ് എല്ലാം ഫൈനലി പേ ഓഫ്. സോ യാ, അവിടെ ഒരാൾ രാവിലെ ഡോഗിനെ വാക്കിന് കൊണ്ടുപോയിട്ട് പോവുകയാണ്. ദിസ് ഇസ് ദ പ്ലേസ് ദാറ്റ് ഐ എം ലിവിങ് റൈറ്റ് നൗ. ഇറ്റ്സ് എ ടെമ്പററി അക്കോമഡേഷൻ. രാവിലെ എല്ലാവരും ഇങ്ങനെ ഡോഗുമായിട്ട് പുറത്തിറങ്ങും കേട്ടോ. നിങ്ങൾക്കറിയായിരിക്കും, എന്നാലും കണ്ടോ ഈ ഒരു ലേഡി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി പരിപാടീസിലോട്ട് കടക്കാം. എനിക്കിന്ന് അത്യാവശ്യം എന്താണ് കുറേ നേരം അത്യാവശ്യം എന്നുള്ള വാക്കാണ്. എനിക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് സിം എടുക്കണം. എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്രീ സിം കിട്ടി, പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല. 1 month ഫ്രീ ആണത്. അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് നോക്കണം. ആൻഡ് ഐ എം പ്ലാനിങ് ടു ബൈ എ ഫോൺ. അപ്പോൾ ഞാൻ നോക്കട്ടെ അതും എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് നോക്കണം. പിന്നെ നമ്മുടെ സിം നമ്പറിൻ്റെ കാര്യമൊക്കെ ഉണ്ട്. എനിക്ക് രാവിലെ ടൈം ടേബിൾ സെറ്റായിട്ടോ. കോളേജിൽ നിന്ന് എനിക്ക് ടൈം ടേബിൾ ഇന്നാണ് എനിക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റിയത്. എനിക്ക് വീക്ക്ലി എനിക്ക് 21 hours ക്ലാസ് ഉള്ളത്. അപ്പം ആ ടൈമൊക്കെ എനിക്ക് സെറ്റ് ചെയ്തൊരു റെസ്യൂമേ ചെയ്യണം, പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണോന്നൊന്നും അറിയത്തില്ല. എനിവേ, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ, ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ്. എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങളെന്നോട് കമൻറ്റിലൂടെയോ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാം. നമുക്കിനി എന്ത് ചെയ്യാം, പോയി ഫുഡ് ഉണ്ടാക്കാം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ചെയ്യാം. അപ്പോൾ ഇന്നലെ വന്ന സമയത്ത് ബാഗ് ഓപ്പൺ ആക്കിയ സമയത്താണ് ഞാനൊരു കാര്യം കാണുന്നത്. ഇതുപോലെ പിസ്തയൊക്കെ കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പം പിസ്ത പൊട്ടി ബാഗ് മൊത്തം എവിടെയൊക്കെയോ സ്പ്രെഡായി കിടപ്പുണ്ട്. അതൊന്ന് റെഡിയാക്കണം. എനിവേ, ഇപ്പം ഞാൻ ഇതിൽ നിന്ന് തപ്പിയെടുക്കാൻ പോകുന്നത് ഫ്ലാസ്ക് എടുക്കണം, പിന്നെ ഒരു ചട്ടുകം പോലത്തെ ഒരു സാധനം എടുക്കണം, പിന്നെ പാൻ എടുക്കണം.
പാൻ എടുക്കണം, ബ്രെഡ് ചൂടാക്കാനും എഗ് ക്രംസ് ചെയ്യാനുമായിട്ട്, എഗ് സ്ക്രാമ്പിൾസ് എനിവേ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഡിഗ് ഇൻ ടു ദിസ് പാക്ക്. ഞാൻ എന്തിനാണ് ഈ ടൈം ലാപ്സ് എടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം ഞാൻ പിസ്തയൊക്കെ എടുത്ത് മാറ്റി ആ കുക്കറിനകത്തൊക്കെ പൊട്ടി കിടപ്പുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ബാഗ് മൊത്തം സ്കാറ്റേഡായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമ്മളിങ്ങനെ മാറ്റുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വന്നിട്ട്. ഇവിടെ ഇങ്ങനെയുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൗ ഉണ്ട്, ഓവൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവൻ, സ്റ്റൗവ്, ഇങ്ങനെ ഒരു ഏരിയ ആണുള്ളത്. സോ ഗൈസ്, ഞാനിപ്പോൾ കിച്ചണിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഡോഗ് ഉണ്ട്. ഞാനിപ്പോൾ കയറിയപ്പോൾ തന്നെ അവ ഓടി വന്നു. എങ്ങനെയോ അവ എന്നെ ടച്ച് ചെയ്തില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. യാ, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കട്ടെ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയി. ഇവിടെ ഇപ്പോൾ ടൈം രാവിലെ 8 മണിയായിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത വിശപ്പാണ്. ഞാനിപ്പോൾ അതിൻ്റെ വ്ളോഗ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഷടപടേന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കും ആയിരിക്കും അതെടുത്തില്ല ഇതെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഓർമ്മ ഒന്ന് വീണ്ടും പെട്ടി തുറക്കുന്നു, വീണ്ടും എടുക്കുന്നു. ഇങ്ങനെയാണ് മൊത്തം. ആദ്യത്തെ കുറച്ച് നാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മാത്രമേ എൻ്റെ പെർമനൻ്റ് അക്കോമഡേഷനുള്ള സ്ഥലത്ത് പോകത്തുള്ളൂ. അപ്പോഴേ എല്ലാം ഒന്ന് സെറ്റ് ആവാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഇപ്പോൾ ആരും എണീറ്റിട്ടുണ്ട്. എന്നാലും കുറച്ച് പതിയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും കുക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്ന് ഞാൻ ഫൈനലായിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എഗ് ക്രംസ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ ടീ വെച്ചു, ചൂടുവെള്ളം ഉണ്ടാക്കി. അങ്ങനെ ഫൈനലി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ. എഗ് ക്രംസും പിന്നെ ബ്രെഡും പീനട്ട് ബട്ടറും ഗ്രേപ്സും ആണ്. ഗ്രീൻ ടീ ഉണ്ട്. നമുക്ക് കഴിക്കാം. തണുത്ത് പോയി. ചൂടോടുകൂടി കഴിക്കണം. തണുത്ത് പോയി, കുഴപ്പമില്ല. ഇനി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഈ കിടന്ന് TV കാണുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രൂക്ലിൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, മെഡിസിൻ എടുത്തു. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. ഞാൻ പിന്നെ വോളിനിയുടെ ഓയിൻമെൻറ്റ് ഇട്ടിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം ഞാൻ കിടന്നായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു. ഞാനിങ്ങനെ ലാസ്റ്റായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇട്ടൊരു യൂട്യൂബിലിട്ടൊരു ഷോർട്സ് എന്ന് പറഞ്ഞാൽ സുഡിയോൻ്റെ ഒരു സെയിലിൻ്റെ ഷോർട്സാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ എന്തായി ഏതായെന്നൊക്കെ നോക്കിയത്. അപ്പോൾ അത് അത്യാവശ്യം വ്യൂസ് പതിവിൽ നിന്നും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ജേണീൻ്റെ ഫസ്റ്റ് വീഡിയോ ഇന്നാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ്. ഞാൻ വെച്ച് ലേറ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കരുതിയിരുന്നത് ഒരു ഒക്ടോബർ ടൈമൊക്കെ ആകുമ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങാമെന്നാണ് കരുതിയത്. ബട്ട് ഐ ഹാവ് ഇനഫ് ടൈം ടു എഡിറ്റ് ആൻഡ് അപ്ലോഡ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരക്കാവും. അപ്പം എല്ലാം കൂടെ അങ്ങോട്ട് ഇത് ക്ലാഷ് ആയി പോകും. അതിനേക്കാളും നല്ലത് സമയം കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. ഞാൻ നോക്കട്ടെ, ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസ് മേ ബി ഇന്നോട്ടോ നാളെത്തോട്ടോ എങ്ങനെയും ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും നേരം ഞാൻ കിടക്കുമായിരുന്നു, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഓക്കെ വരുന്നുണ്ട്, ബാക്ക് പെയിനും ഓക്കെ വരുന്നുണ്ട്. എല്ലാം മൊത്തത്തിൽ ഇച്ചിരി കുറച്ച് ഉഷാറായിട്ട് വരുന്നുണ്ട്. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ച് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ടെമ്പററി ആയിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പെട്ടി തുറക്കുക, സാധനങ്ങൾ എടുക്കുക, അടയ്ക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ റൂം ഒരു കുഞ്ഞു റൂമാണ്. 3 പെട്ടിയുണ്ട്, 2 ബെഡ്, ടേബിൾ എല്ലാം കൂടെ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ നിൽക്കാനായിട്ടുള്ളൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെയിൻ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും മാത്രമേ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ തൽക്കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കണം. ഞാൻ നേരത്തെ കരുതി ചപ്പാത്തിയും അതുപോലെ മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ ഒരു ലേഡിയും ഫാമിലിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ നോക്കിയത്. നല്ല രസമാണ് കേട്ടോ. ഞാൻ ഈ വിൻഡോ ഒരു രസത്തിന് ഞാൻ രാവിലെ തുറന്നതാണ്. ഇതിപ്പോൾ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം, നോക്കണം. പിന്നെ എന്താ, അപ്പോൾ ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തുള്ള ഐറ്റംസ് വേണം. അത് മാത്രമല്ല കുറച്ച് എരിക കറി. എനിക്കിപ്പം വയറ്റിന് തീരെ സുഖമില്ലാണ്ടിരിക്കുവാണ്.
ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ അൾസറിൻ്റെ ഇഷ്യൂ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലേക്കുള്ള ഫ്ലൈറ്റിലുള്ള ഫുഡൊന്നും എനിക്കിഷ്ടമായി. പക്ഷേ അതുകൊണ്ടിട്ടൊക്കെ ആയിരിക്കാം വീണ്ടും എനിക്ക് വയറ്റിന് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. അൾസറിൻ്റെ ആണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മാംഗോ ആൻഡ് ആപ്പിൾ പുഡിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഒരു ചിക്കൻ ബ്രസ്റ്റ് വാങ്ങാം. എന്തെങ്കിലും ചെയ്യാമെന്നാണ് കരുതുന്നത്. പൈസ ചിലവില്ലാത്ത കാര്യം ചെയ്യാമെന്നാണ് എനിക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിവേ, അപ്പോൾ ലഞ്ചിൻ്റെ കാര്യം ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗായ്സ്, ഞാൻ ലഞ്ച് ഉണ്ടാക്കി. ഇവിടെ പാസ്ത ഉണ്ട്, പിന്നെ മാംഗോ, ആപ്പിൾ ആൻഡ് ക്യാരറ്റ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചു, പിന്നെ റെഡി ആയിരിക്കുവാണ്. എനിക്കിനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകണം. ഇതുവരെ ഞാൻ സിം എടുത്തിട്ടില്ല, അപ്പം സിമ്മിൻ്റെ കാര്യം ഒന്ന് നോക്കണം. പിന്നെന്താ, അങ്ങനെ തൽക്കാലം വേറെ ഒന്നുമില്ല. ആ ഒരു പരിപാടിയാണ് അടുത്തതായി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പിക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം പോയിട്ട് കാണാം. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ റെഡിയായ കാര്യം പറഞ്ഞു അല്ലേ, സോറി. എനിക്ക് സോ ഗായ്സ് എന്ന് പറയുന്ന കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാറിന് വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആ ഒരു തണുപ്പൊക്കെ മാറി ഒരു രസം തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോയി സിമ്മിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഞാൻ കുറച്ച് പിക്സ് എടുക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു നല്ല രീതിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. സോ നോക്കട്ടെ. അവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ദേ കാണുന്ന സ്ട്രീറ്റ്. അപ്പോൾ ആ സ്ട്രീറ്റിലോട്ട് നമുക്ക് പോവാം. എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ കരുതി എന്തേലും ഞാൻ ഓൾറെഡി ലഞ്ച് കഴിച്ചായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇച്ചിരി വിശക്കുന്നുണ്ട്. ഓൾറെഡി പുറത്തിറങ്ങി. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. പിന്നെ ചുമ്മാ വീട്ടിലിരുന്നിരുന്നൊരു ഇതുണ്ടല്ലോ, ജസ്റ്റ് ആ ഒരു സ്ഥലം ഒന്ന് കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ചിരി വന്നത്. ആക്ച്വലി സ്ട്രീറ്റ് അല്ല, ഇതിനെ ഡൗൺ ടൗൺ എന്നാണ് പറയുന്നത്. ഇവിടേക്ക് സെൻറ്റ് കാത്തറിൻസിലെ ഡൗൺ ടൗണിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. എസ്പെഷ്യലി നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. സത്യം പറയട്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിയലൈസേഷൻ വരുവാണ്. ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തു, ഞാൻ കാനഡയിലെത്തി എന്നുള്ളൊരു ഓക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് റിയലൈസേഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഐ മീൻ കാനഡ. ഞാൻ എൻ്റെ ആ ഒരു എന്തു പറയാനാണ്, എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതൊരു ഷവർമ സ്പോട്ടാണ്. ഐ മീൻ ഇവിടെ ഷവർമയുണ്ട്. ഞാനൊരു ഷവർമ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും കൈ കിട്ടുന്നിടത്ത് കഴിക്കുക എന്നുള്ളത് നടക്കത്തുള്ളൂ. അതാണൊരു സംഭവം. സോ പൈസയൊക്കെ നോക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. ഓക്കെ, ഞാനിനി ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഈവനിങ് ടൈമിൽ തന്നെ ഇത്രയും ഭംഗിയാണെങ്കിൽ ആക്ച്വലി ക്യാമറയിൽ അത്രയും ഭംഗി ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്തോരം ഭംഗിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഈ ഫ്ലവേഴ്സും ലൈറ്റും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഞാനിങ്ങനെ എവിടെയെങ്കിലും എന്ത് കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി നടന്നപ്പോഴാണ് ദേ അവിടെ ഒരു സ്പോട്ടുണ്ട്. ഒരു ത്വയ്ബ അങ്ങനെ എന്തോ പറയുന്ന അവിടുത്തെ. ഞാൻ പക്ഷേ ഷവർമയാണ് കേട്ടോ മേടിക്കാമെന്ന് ഉദ്ദേശിച്ച് പോകുന്നത്.
ഷവർമ വന്നിട്ടുണ്ട്. ഇതൊരു സ്മോളാണ് ഞാൻ പറഞ്ഞത്, ലാർജ് പറഞ്ഞിരുന്നെങ്കിലും ലോ ഇതാണ്. Let me try this. I will try this. ഇതൊരു ചിക്കൻ റാപ്പ് ഷവർമ. നാട്ടിലുള്ള ഷവർമ. ജസ്റ്റ് ഒരു റാപ്പ്, അത്രേ ഉള്ളൂ പറയാൻ. കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ ഞാൻ ആ ഷവർമ കഴിച്ചിട്ട് ദേ ഇറങ്ങി. ഇനി ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനിവിടെ മൊത്തം ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. ഒരിടത്തും കയറുന്നൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ കണ്ട് നടക്കുമായിരുന്നു. പിന്നെ എനിക്ക് തണുത്തു, ഞാനപ്പം എൻ്റെ ഹുഡി എടുത്തിട്ടു. ഞാൻ ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ കരുതി ആ പാർക്കിലോട്ടൊന്ന് പോകാമെന്ന്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. Church, I guess. Just St. Thomas Children Daycare Center. Church cum Daycare Center ആണ്. സോ കൊള്ളാം. ഇവിടെ മഴ പെയ്യാൻ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഇതേ കയ്യിൽ മഴത്തുള്ളി വീഴുന്നുണ്ട് ചെറുതായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വണ്ടികൾക്കൊക്കെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഭയങ്കര ഒച്ചയിൽ ഇവർ ഡ്രിഫ്റ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. എനിവേ നല്ലൊരു പാർക്ക് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഈവനിങ് വൈബ്, ഈവനിങ് ചില്ല് ചെയ്യാനായിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു വൈബ് പ്ലേസ്. ലൈക്ക് വളരെ ക്വയറ്റായിട്ട് ഇങ്ങനെ ചുമ്മാ നേച്ചർ മാത്രം ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്ക് പോലെ എനിക്ക് തോന്നുന്നു. Let's see. Let me go and sit somewhere. അവിടെ എന്തോ നടക്കുന്നുണ്ട്. കുറേ ചിൽഡ്രൻസൊക്കെ ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് ഈവൻ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്കറിയില്ല. എനിവേ ഞാൻ ഇതിരുന്ന് കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കട്ടെ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു, അതൊക്കെ കണ്ടു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല. എനിക്ക് അല്ലെങ്കിലും തണുപ്പ് അങ്ങനെ വലിയ പറ്റുന്ന ആളല്ല ഞാൻ. എനിക്ക് തീരെ പറ്റുന്നില്ല. എനിക്ക് തണുത്തിട്ട് വയ്യ. എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഞാൻ തിരിച്ച് പോവുകയാണ്. സോറി. ഞാൻ ഇപ്പോൾ തിരിച്ച് നടക്കുവാണ്. എനിക്ക് നല്ല തണുക്കുന്നുണ്ട്. സോ ഗായ്സ്, ഇവിടെ ഇപ്പം സമയം രാത്രി 8:30 ആയിട്ടുണ്ട്. 8:30ക്കാണ് ഈ ഒരു വെളിച്ചം. ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസിൽ ആംസ്റ്റർഡാമിലും അവിടെ ഇവിടെയൊക്കെയുള്ള വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ സമയം രാത്രി 10 എന്നിട്ട് ഇത്രയും വെളിച്ചമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടി പറയാമെന്ന് കരുതി. ഇനി ഞാൻ കുറച്ച് സാധനം കൂടെ മേടിച്ചിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ നല്ല ടയേർഡാണ്. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. നല്ല തണുപ്പുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും